അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാനുള്ളത്. എത്ര തന്നെ നമ്മൾ ദുആ ചെയ്തിട്ടും ആ ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അതിനെന്താണ് പരിഹാരം ഉസ്താദ് എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ചാളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരുമല്ല, കുറച്ചാളുകൾ. അതായത് ചിലരുടെ ദുആ സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ദുആ മാത്രം സ്വീകരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അതിന്റെ മറുപടി ലഭിക്കാത്തത്? അതെന്താണ് ഉസ്താദെ? അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അതിന് മാർഗമുണ്ട്. അതിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ ഫർള് നമസ്കാരങ്ങളും നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹലാലായ ആഹാരം മാത്രം ഭക്ഷിക്കണം. അതുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തത വേണം. അതായത് കള്ളം പറയാതിരിക്കുക, കഴിവതും കള്ളം പറയുന്നത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. നമ്മുടെ ഭാഗത്തും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ദുആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അപ്പൊ പറഞ്ഞു വന്നത്, അത് എന്ത് ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്? യാ സമീഉ യാ അല്ലാഹ് എന്ന അതിമഹത്തായ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ ഒരു ദിക്റാണ്. ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് അതിമഹത്തായ. അതായത് അതിന്റെ അർത്ഥം തന്നെ എല്ലാം കേൾക്കുന്നവനെ എന്ന് അർത്ഥം വരുന്ന യാ സമീഉ യാ അല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ട് അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം എടുക്കുക. ആ ദിവസം തന്നെ നിങ്ങൾ സുബഹി നിസ്കരിച്ചിരിക്കുക. അതിനുശേഷം ദുഹാ നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്റ് 500 തവണ ചൊല്ലുക. 500 തവണ ചൊല്ലിയിട്ട് ശേഷം ഏതാണോ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, ആ കാര്യം നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിക്കുക. അതിനൊരു എന്താ പറയുക, കൈകൾ മേൽപോട്ട് ഉയർത്തി നമ്മൾ അത്രയധികം ഈ ദിക്റ് ചൊല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെയധികം വിഷമത്തോടെയും വേദനയോടെയും പ്രയാസത്തോടെയും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പാവങ്ങളും പുറത്തു തരണേ നാഥ എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനോടൊപ്പം ചേർക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ദുആ റബ്ബ് സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് അതിന് ഞാനും നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആയും അള്ളാഹു ഒരുപോലെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചാനലിന്റെ തംബ്നെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഇതിന്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ കമന്റ് സെക്ഷനിൽ ഒരു കമന്റെങ്കിലും രേഖപ്പെടുത്തുക. അതായത് സലാമോ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളതോ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ഒരു ഉപകാരമുള്ള ഒരു അറിവാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ചാനലിൽ ഇഷ്ടംപോലെ ദുആയുണ്ട്. തീർച്ചയായിട്ടും കയറിയെല്ലാം കാണുക, നിങ്ങൾക്ക് ഉപകാരമാകും. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.